ഗ്രോവിന്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ടിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ഥാപകൻ പറയുന്നതനുസരിച്ച് അവരുടെ യാത്രയുടെ 1% പോലും കഴിഞ്ഞിട്ടില്ലാത്രേ. സാധ്യതകൾ ഇനിയും ഏറെയാണ്. ഈ യാത്രയിൽ തന്നെ അവർക്ക് 19 ദശലക്ഷം യൂസേഴ്സ് ഉണ്ട്. ഓരോ ക്വാർട്ടറിലും ഈ സംഖ്യ കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഗ്രോവിന്റെ ലക്ഷ്യം, വളർച്ച, വരുമാനം, ലാഭം, പിന്നെ ഭാവിയിലെ പ്ലാനുകൾ എല്ലാം നോക്കാം. ആദ്യം തന്നെ ഈ കമ്പനിയുടെ പ്രധാന തത്വം എന്താണെന്ന് നോക്കാം. എല്ലാം കസ്റ്റമറിനു വേണ്ടിയാണ്. അവരുടെ സ്ട്രാറ്റജി വളരെ സിമ്പിളാണ്. കസ്റ്റമർക്ക് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് കൊടുക്കുക, അതുവഴി വിശ്വാസം നേടുക. അപ്പൊ ഈ ഫിലോസഫി എങ്ങനെയാണ് യൂസർ ഗ്രോത്തിലേക്ക് എത്തുന്നത്? നമുക്ക് കണക്കുകൾ നോക്കാം. ഒരു പ്രധാന ചോദ്യം ഇതാണ്: പുതിയ യൂസേഴ്സ് ഗ്രോവില് എവിടെയാണ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുന്നത്? കൂടുതൽ പേരും വരുന്നത് സ്റ്റോക്കുകളും മ്യൂച്വൽ ഫണ്ട് SIPകളും നോക്കിയാണ്. പക്ഷെ മറ്റു പ്രോഡക്റ്റുകൾക്കും ആവശ്യക്കാർ കൂടി വരുന്നുണ്ട്. ഇവിടെ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യം സ്റ്റേബിളായ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റുകളിലേക്ക് ഒരു മാറ്റം കാണുന്നുണ്ട് എന്നതാണ്. ശരി, ഇനി ഗ്രോ എങ്ങനെയാണ് പണമുണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓരോ പ്രോഡക്റ്റിൽ നിന്നും എത്രത്തോളം വരുമാനം കിട്ടുന്നുണ്ട്? ഇതറിഞ്ഞാലേ ബിസിനസ് എത്രത്തോളം ഹെൽത്തിയാണെന്ന് മനസ്സിലാകൂ. ഇപ്പോഴും വരുമാനത്തിന്റെ ഭൂരിഭാഗവും ഇക്വിറ്റി ഡെറിവേറ്റീവ്സിൽ നിന്നാണ്. എന്നാലും മറ്റു വരുമാന മാർഗങ്ങളും അവർ വളർത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഡെറിവേറ്റീവ്സിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞിട്ടുണ്ട്. ഇത് മനഃപൂർവ്വമുള്ള ഒരു നീക്കമാണ്. ഉദാഹരണത്തിന്, അവരുടെ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റിക്ക് ഈ ക്വാർട്ടറിൽ വൻ വളർച്ചയാണുണ്ടായത്. അതുപോലെ ഉയർന്ന വരുമാനമുള്ള യൂസേഴ്സിന്റെ എണ്ണവും കൂടുന്നുണ്ട്. അവര് ഈ പ്ലാറ്റ്ഫോമില് കൂടുതൽ ആക്റ്റീവുമാണ്. അപ്പോ നല്ല വരുമാനമുണ്ട്. ഇനി ഇതെങ്ങനെ ലാഭത്തിലേക്ക് എത്തുന്നുവെന്ന് നോക്കാം. ഈ ക്വാർട്ടറിലെ വരുമാനം 10,000 ദശലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. അതിന്റെ വലിയൊരു ഭാഗം പ്രവർത്തന ലാഭമായി മാറി. ഇത് അവരുടെ കാര്യക്ഷമത വ്യക്തമാക്കുന്നു. അവരുടെ സോഫ്റ്റ്വെയർ മോഡൽ കാരണം ചെലവുകൾക്ക് വലിയ മാറ്റം വരുന്നില്ല. അതുകൊണ്ട് തന്നെ മാർജിൻ വളരെ കൂടുതലാണ്. ഈ ക്വാർട്ടറിലെ പ്രകടനം മികച്ചതാണ്. ഇനി നിർണായകമായ ചോദ്യം അടുത്തതെന്ത് എന്നതാണ്. വെൽത്ത് മാനേജ്മെന്റിലേക്കുള്ള വിപുലീകരണവും പുതിയ പ്രൊഡക്റ്റുകളും അവരുടെ പ്രധാന ലക്ഷ്യങ്ങളാണ്. ഇതൊരു വലിയ അവസരമാണ്. കാരണം ഭൂരിഭാഗം ഇന്ത്യക്കാർക്കും മാർക്കറ്റിനെക്കുറിച്ച് അറിയാമെങ്കിലും വളരെ കുറച്ചുപേർ മാത്രമാണ് നിക്ഷേപിക്കുന്നത്. അപ്പൊ നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തുന്നു. ഇത്രയും വലിയ മാർക്കറ്റും ലാഭകരമായ മോഡലും വെച്ച് നോക്കുമ്പോൾ ഗ്രോ ശരിക്കും അവരുടെ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ.